വിദ്യാർത്ഥി പ്രക്ഷോഭം വിജയിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് നമ്മളെല്ലാവരും. പക്ഷെ ഒരു സ്ത്രീയുടെ മുഖം മൈൻഡിൽ ഇങ്ങനെ ഒരു കരട് കുടുങ്ങിയതുപോലെയാണ്. ഇന്ത്യൻ ജനതയുടെ സെലക്റ്റീവ് അംനേഷ്യയുടെ ഇരയാണവർ, അഥവാ പ്രത്യേക കാര്യങ്ങൾ മറക്കാനുള്ള ഇന്ത്യൻ ജനതയുടെ ഒരു കഴിവിൻ്റെ ഇര. അവരുടെ പേര് ഇറോം ചാനു ശർമിള. ആരായിരുന്നു ഇറോം ചാനു ശർമിള? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് മണിപ്പൂരിലൊക്കെ നിലനിന്നിരുന്ന ഒരു സൈനിക നിയമമാണ് അഫ്സ്പ, അഥവാ ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട്. 1958 നിലവിൽ വന്ന ഈ നിയമപ്രകാരം പട്ടാളത്തിന് ആരെ വേണമെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ വെടിവെച്ചു കൊല്ലാമായിരുന്നു. അതോടൊപ്പം തന്നെ വാറണ്ടില്ലാതെ ആളുകൾ അറസ്റ്റ് ചെയ്യാനും നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയ ആളുകളുടെ കെട്ടിടമോ വീടോ ഇടിച്ചു പൊളിക്കാനൊക്കെ ഉള്ള അധികാരം പട്ടാളത്തിനുണ്ടായിരുന്നു. ഈ നിയമത്തിനെതിരെ 1958 മുതൽ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ പല സമരപരിപാടികളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമായത് മണിപ്പൂരിലാണ്. അവിടെ വ്യാജ ഏറ്റുമുട്ടലുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിനെതിരെ അവിടെ ഒരുപാട് സമരങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇതിലേറ്റവും വിവാദമായത് 2000 മാലോം കൂട്ടക്കൊലയിലായിരുന്നു. മാലോം എന്ന് പറയുന്ന മണിപ്പൂരിലെ ഒരു പ്രദേശത്ത് പട്ടാളം നടത്തിയ കിരാത വാഴ്ചയിൽ 10 തദ്ദേശീയരായ മണിപ്പൂർ യുവാക്കൾ കൊല്ലപ്പെട്ടു. ഇതിനെതിരെയാണ് അഥവാ ഈ നിയമം അഫ്സ്പ പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇറോം ചാനു ശർമിള സമരം നടത്തിയത്. ഇവരുടെ സമരം തുടങ്ങുന്ന സമയത്ത് അത് നിരാഹാര സമരമായിട്ടാണ് തുടങ്ങിയത്. ഈ നിയമം പിൻവലിക്കാൻ പക്ഷേ ഗവൺമെൻറ് തയ്യാറായില്ല. അപ്പോൾ ഇവർ മരിക്കുമെന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകരും ലോകം മൊത്തം ഇതിലേക്ക് നോക്കുന്നൊരവസ്ഥ ഉണ്ടായി. ഇപ്പോഴത്തെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം പോലെ അന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു ഇന്ത്യൻ ജനതയുടെ ശ്രദ്ധയിലേക്ക് ഈ ഇറോം ശർമിളയുടെ മുഖം കടന്നു വന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ ഇറോം ചാനു ശർമിളയുടെ നിരാഹാര സമരം ഇന്ത്യൻ ജനത ചർച്ച ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവർ മരണത്തിൻ്റെ വക്കിലേക്ക് എത്തിയപ്പോൾ ഗവൺമെൻറ് അവരെ ഫോഴ്സ്ഫുള്ളി അറസ്റ്റ് ചെയ്യുകയും അവർക്ക് മെഡിക്കലി അവരുടെ മൂക്കിലൂടെ ഒരു ട്യൂബ് കയറ്റി, അഥവാ റൈലീസ് ട്യൂബ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ദ്രാവക രൂപത്തിൽ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. അതിൻ്റെ പെയിൻ എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ടും അവർ സമരം പിൻവലിക്കാൻ തയ്യാറായില്ല. അവരുടെ സമരം നീണ്ടു നിന്നത് 1-2 വർഷമൊന്നുമല്ല, 16 വർഷം അവർ സമരം ചെയ്തു. 2000 അവർ ആരംഭിച്ച അവരുടെ സമരം അവസാനിക്കുന്നത് 2016. അതാവട്ടെ സുപ്രീം കോടതി ഈ നിയമപ്രകാരം പട്ടാളത്തിന് ഇന്ത്യൻ ജനതയെ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശമില്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. എന്ന് മാത്രമല്ല, ഈ നിയമം പിൻവലിക്കാൻ, ഭാഗികമായെങ്കിലും പിൻവലിക്കാൻ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മാലോം കൂട്ടക്കൊലയിൽ മരിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനും ഗവൺമെൻറ് തയ്യാറായി. ചുരുക്കി പറഞ്ഞാൽ ഈ സമരം വിജയിച്ചു. അതുകൊണ്ട് തന്നെ മണിപ്പൂരിൻ്റെ ഉരുക്ക് വനിത എന്നാണ് ഇറോം ചാനു ശർമിള അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വാർത്തയൊക്കെ കേൾക്കുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടാവും, ഇത്രയും വലിയ ഒരു കാര്യം ചെയ്ത 16 വർഷം നിരാഹാരമൊക്കെ കിടന്ന് അതിൻ്റെ പെയിനൊക്കെ അനുഭവിച്ച, ആ സമരം വിജയിപ്പിച്ച അവരെവിടെയാണ്? നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? 2017 മണിപ്പൂർ നിയമസഭാ ഇലക്ഷനിൽ ഇവർ മത്സരിച്ചു. അതും ഏതെങ്കിലും ലോക്കൽ സ്ഥാനാർത്ഥിക്കെതിരെ ഒന്നും മത്സരിക്കാൻ ഇവർ തയ്യാറായില്ല. ഇവർ ഈ നിരാഹാരം ഇരിക്കുന്ന സമയത്ത് ഈ അഫ്സ്പ നിയമത്തിനെതിരെ ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ ഈ അവിടെ ഭരിച്ച അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒക്രോം ഇബോബി സിംഗ്, അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവായിരുന്നു, മണിപ്പൂരിലെ മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിനെതിരെ തന്നെ മത്സരിക്കാൻ ഇറോം ചാനു ശർമിള തയ്യാറായി. പക്ഷേ നിങ്ങളെല്ലാവരും കേട്ടാൽ ഒരു പക്ഷെ നെട്ടിപ്പോകും. അന്ന് അവിടെ 25,000 പരം വോട്ടുകൾ പോൾ ചെയ്തു. അതിൽ 18,000 കൂടുതൽ വോട്ടും കിട്ടിയത് ഈ മുഖ്യമന്ത്രിക്കാണ്, ഈ ഒക്രാം ഇബോബി സിംഗിന്. ഈ 16 വർഷം ഈ ജനതയ്ക്ക് വേണ്ടി പട്ടിണി കിടന്ന ഈ സ്ത്രീക്ക് കിട്ടിയത് വെറും 90 വോട്ട് മാത്രം. 143 വോട്ട് നോട്ടയ്ക്ക് ലഭിച്ചു. 143 വോട്ട് നോട്ടയ്ക്ക് ലഭിച്ചപ്പോഴും മണിപ്പൂരിൻ്റെ ഉരുക്ക് വനിത എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ആ ജനത കൊടുത്തത് വെറും 90 വോട്ട്. എന്നിട്ട് അവർ പറഞ്ഞത് എന്താണെന്നറിയില്ലേ? ഈ 90 വോട്ടിന് ഞാൻ വില മതിക്കുന്നുണ്ട്. കാരണം ഞാനിവിടെ സമരം ചെയ്യുന്ന സമയത്ത് ഒട്ടേറെ തവണ ഈ മുഖ്യമന്ത്രിയെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഈ നിയമം പിൻവലിക്കാൻ വേണ്ടി ഇടപെടണമെന്ന് കരുതി. അദ്ദേഹം ഫോണ് പോലും എടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയെയാണ് ഈ മണിപ്പൂർ ജനത അന്ന് തിരഞ്ഞെടുത്തത്. അതിനുശേഷം അവർ രാഷ്ട്രീയത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അവർ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചു. അവർ പിന്നെ കേരളത്തിൽ വന്നിരുന്നു. അവർ ദീർഘകാലത്തെ അവരുടെ സുഹൃത്തായിരുന്ന ഒരാളെ കല്യാണം കഴിച്ചു. ഇപ്പോൾ സുഖമായി കുടുംബജീവിതം നടത്തുന്നു. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഓപ്പറേഷൻ സക്സസ് ബട്ട് പേഷ്യൻ്റ് ഡൈഡ് എന്ന്. അഥവാ സർജറി വിജയിച്ചു, പക്ഷേ രോഗി മരിച്ചു. അപ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് ഇങ്ങനെയും ഒരു സെലക്റ്റീവ് അംനേഷ്യ ഉണ്ട്. അത് കോക്രോച്ച് ജനതാ പാർട്ടിക്കും അഭിജിത് ദീപ്കയ്ക്കും ഒന്നും അത് ഇല്ലാതാവട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.